ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഈജിപ്ത് ഭരിച്ചിരുന്നത് ഫറാവന്മാരാണ്. മരണത്തിനപ്പുറം ഒരു ജീവിതമുണ്ടെന്ന് വിശ്വസിച്ചിരുന്നവരാണ് അവർ. തന്നെ അടക്കം ചെയ്യേണ്ട പിരമിഡിന്റെ ജോലികൾ ഓരോ ഫറവോയും അധികാരത്തിലെത്തുമ്പോഴേ ആരംഭിക്കും. നൈൽ നദിയെപ്പോലെ, സൂര്യവാനായ റായെപ്പോലെ പരലോകവും ഫറാവോമാർക്ക് പ്രധാനപ്പെട്ടതായിരുന്നു. അങ്ങനെയിരിക്കെ ഒരു ഫറാവോ മരണമടഞ്ഞ ഫറവോയെ മുൻകൂട്ടി പണിതു വച്ചിരുന്ന പേടകത്തിൽ അടക്കം ചെയ്തു. കീഴ്വഴക്കമനുസരിച്ച് പരലോകത്തെ ജീവിതം സുഖകരമാക്കാനുള്ള ധനവും ആയുധങ്ങളും ആഭരണങ്ങളുമെല്ലാം പേടകത്തിൽ നിക്ഷേപിച്ചു. കൂട്ടത്തിൽ സ്വർണം കൊണ്ട് നിർമ്മിച്ച് രത്നം പതിച്ച ഒരു രാജമുദ്രയും ഉണ്ടായിരുന്നു. നൈൽ നദിയുടെ പടിഞ്ഞാറ് തീരത്തെ ഒരു പിരമിഡിനുള്ളിൽ ഫറവോ ഉറങ്ങിക്കിടന്നു. കാലം കടന്നുപോയി. പല പിരമിഡുകളിലെയും അളവറ്റ സമ്പത്ത് കവർച്ചക്കാർ കൊണ്ടുപോയി. അങ്ങനെ ഒരിക്കൽ ഈ ഫറവോയുടെയും ശവകുടീരം തകർക്കപ്പെട്ടു. ഫറവോ ഉണർന്നു. ഹഹ, പണം പണം! എന്നാൽ ആ കൊള്ളസംഘത്തെ ദുരന്തങ്ങൾ വേട്ടയാടി. കൊള്ള മുതൽ കൊണ്ടുപോവുകയായിരുന്ന പായ്ക്കപ്പൽ പാറയിലിടിച്ച് തകർന്നു തരിപ്പണമായി. അളവറ്റ സമ്പത്ത് കടലിൽ താണു, ഒന്നൊഴികെ. ആ രാജചിഹ്നം കയ്യിൽ വെച്ചവരെല്ലാം അപകടങ്ങൾ പിന്തുടർന്നു. പല പല കൈകൾ മാറി. ഒടുവിൽ അതെവിടെയോ നഷ്ടപ്പെട്ടു. അതോടെ ദുരന്തങ്ങൾ അവസാനിച്ചു. ഫറവോ ശാന്തനായി. നൂറ്റാണ്ടുകളോളം ആ രാജചിഹ്നത്തെക്കുറിച്ച് ആരും ഒന്നും കേട്ടില്ല. പല കാലങ്ങളിലൂടെ, പല നാടുകളിലൂടെ കടന്നുപോയ രാജമുദ്ര ഇപ്പോൾ എവിടെയാണ്? വൈദ്യരേ, വൈദ്യരേ! ആരിത്? സൂത്രനോ? വൈദ്യരെ കാത്തി ഇരിപ്പ് തുടങ്ങിയിട്ട് മണിക്കൂർ ഒന്നായി. ഞാനൊരു വയസ്സൻ മുതലേ ചികിത്സിക്കാൻ പോയതാ. ഇപ്പോഴെങ്കിലും വന്നത് നന്നായി. എന്റെ കാറ്റ് പോവാറായി വൈദ്യരേ. എന്തുപറ്റി? ആരാ തന്റെ കാറ്റ് കുത്തിക്കളഞ്ഞത്? തമാശകളാ. ഇന്നലെ തൊട്ട് വയറിനൊരു വേദന, ഇന്നു കൂടി. നോക്കട്ടെ. അയ്യോ, അവിടെ ഞെക്കല്ലേ. ഇന്നലെ ഒരു എലി കടിച്ചു മുറിഞ്ഞതാ. അമ്മേ, അവിടെ ഒരു മുള്ളംപന്നിയുടെ മുള്ളുകൊണ്ട് ഞെക്കല്ലേ. ചേടാ, ഇത് പൊല്ലാപ്പായാലോ. താൻ തന്നെ പറ, എവിടെയാ ഞെക്കി നോക്കേണ്ടത്? ദാ ഇവിടെ ഞെക്കിക്കോ. ഇപ്പോഴെന്ത് തോന്നുന്നു? വയറുവേദന പിടിച്ച് ചാവാൻ പോവുകയാണെന്ന് തോന്നുന്നു. കുഴപ്പമൊന്നുമില്ല, ദഹനക്കേടാ. അതിന് ഞാൻ വല്ലതും കഴിച്ചിട്ട് ആഴ്ച ഒന്നായി വൈദ്യരെ. വല്ലാതെ വിശന്നപ്പോൾ 2-3 കാട്ടുപഴങ്ങൾ പെറുക്കി തിന്നു. വിശന്നിട്ട് ബുദ്ധിയൊന്നും ശരിക്ക് വർക്ക് ചെയ്യുന്നില്ലെന്നേ. മരുന്നൊക്കെ ഞാൻ തരാം. പിന്നെ വ്യായാമം ചെയ്യേണ്ടി വരും. കമഴ്ന്നു കിടന്ന് കാലും തലയും പൊക്കണം. വയറ് മാത്രമേ നിലത്ത് മുട്ടാവൂ. അയ്യോ, അത് വലിയ പാടാ. ഞാൻ തരുന്ന മരുന്ന് ദിവസം 3 തവണ. എൻ്റെ അമ്മേ, വൈദ്യുതിരിക്കാറുള്ള കൊമ്പാ ഒടിഞ്ഞത്. ഇതിനുള്ള മരുന്ന് കൂടി തന്നേക്കണേ. പിന്നെ തലമണ്ടയിൽ കല്ലും മരവും ഒക്കെ വീണ് എനിക്ക് നല്ല ശീലമായി. എന്നാലേ എനിക്കതത്ര ശീലമില്ല. താൻ മരുന്നും കൊണ്ട് സ്ഥലം വിട്. ഭാഗ്യത്തിനാ ഞാൻ രക്ഷപ്പെട്ടത്. വ്യായാമത്തിന്റെ കാര്യം മറക്കണ്ട. കമിഴ്ന്ന് കിടന്ന് തല പൊക്കി, കാലും പൊക്കി. അമ്മോ, ഇതിപ്പോ നട്ടലിന് വേറെ ചികിത്സ വേണ്ടി വരും. എന്താ സൂത്ര പൊടിമണ്ണിൽ കിടന്ന് ഉരുളുന്നത്? വ്യായാമമാടേ, വ്യായാമം. തലയും കാലും പൊക്കി വയറ് മാത്രം നിലത്തമർത്തി കിടക്കണമെന്ന്. ഐഡിയ. താൻ പോയി ഒരു കാട്ടുവള്ളി കൊണ്ടുപോവാ, വഴിയുണ്ട്. ആദ്യം താൻ എൻ്റെ കാല് 2 കൂട്ടിക്കെട്ട്, കൈ 2 പിന്നോക്കം വെച്ച് കെട്ടണം. ഇനി വള്ളിയുടെ മറ്റേ അറ്റം ക്ലീൻ. ഇതാണ് ബുദ്ധി. ബുദ്ധി എന്ന് പറയുന്ന സാധനം. എൻ്റെ കാട്ടുമുത്തപ്പാ. എൻ്റെ താടിയുടെ പണി തീർന്നു. എൻ്റെ താടിയല്ല, ബോഡി മൊത്തം പോക്കായി. വേഗം അഴിച്ച് താടേ. അപ്പോൾ വ്യായാമം? വ്യായാമം കുന്തം. മര്യാദ കഴിക്കടോ. ചതിച്ചോ?